അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഡ്സൽ അറബ്. ഇവിടെ നിന്നാണ് മഡ്സൽ അറബ്. റൈറ്റ് സൈഡിൽ നോക്കിക്കോളൂ. അതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി ഏകദേശം. മഡ്സൽ അറബ്. ഇനി കാണുന്ന ഹോട്ടൽ ജുമീറ ബീച്ച് ഹോട്ടൽ. ഇതെല്ലാം കടലുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. സെയിലിംഗ് ബോട്ട്, ക്രൂയിസ് ഷിപ്പ്. ഇത് കടലിൻ്റെ തിരമാലയുടെ ഡിസൈനാണ്. നോക്ക്, തിരമാലയുടെ ഡിസൈനാണ്. ദ വേവ്സ് ഇൻ ദ സീ. ജുമീറ ബീച്ച് ഹോട്ടൽ. ആ ഇൻസൈഡ് ബുർജ് അൽ അറബ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കോളൂ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻസൈഡ് ബുർജ് അൽ അറബ് ടൂർ. ഇതൊരു വാട്ടർ പാർക്കാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ക്യാമറ റെഡിയാക്കി വെച്ചോളൂ. 1 സെക്കൻഡിൽ നമ്മളിവിടെ പാസ്സാകുമ്പോൾ ആ ഫ്രണ്ട് വ്യൂ കിട്ടും ബുർജ് അൽ അറബ്. വയൽവാടി വാട്ടർ പാർക്കാണ്. ഇതൊരു വാട്ടർ പാർക്കാണ്. ഈ ഹോട്ടലിൽ ഓരോ പ്രാവശ്യവും വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഓരോ പെർഫോമൻസ് ആ ഹെലിപ്പാഡിൽ നടക്കും. ആ ഹെലിപ്പാഡ് പറഞ്ഞല്ലോ, അത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെലിപ്പാഡാണ്. ഈ ഇടയ്ക്ക് ഒരു വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഒരു ചെറിയ ഫ്ലൈറ്റ്, റെഡ് ബുള്ളിൻ്റെ ചെറിയ ഫ്ലൈറ്റ് അതിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യിപ്പിച്ചായിരുന്നു. അതൊരു വേൾഡ് റെക്കോർഡാണ്. ഒരു ചെറിയ സ്പോട്ടിൽ ഒരു ഫ്ലൈറ്റ് ഇറക്കുക എന്ന് പറയുന്നത്. നോക്കിക്കോളൂ റൈറ്റ് സൈഡ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. 280 മീറ്റർ ഒരു ബ്രിഡ്ജ് കടലിൻ്റെ മുകളിലൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ് ആ ഹോട്ടലിലോട്ട്. ആ പോകുന്ന ആ ഒരു വ്യൂ, അത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ മസ്റ്റ് പോകേണ്ട ഒരു പ്ലേസാണ്. അത് അത്രയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആ കടലിൻ്റെ മുകളിലൂടെ ആ ബ്രിഡ്ജിലൂടെ നമ്മൾ ആ ഹോട്ടലിലോട്ട് കിടക്കുന്നത്. ഇവിടെ എല്ലാം ഹോട്ടൽസ് ആണ് ഈ കാണുന്നതെല്ലാം. ഇപ്പൊ വലത് സൈഡിലായിട്ട് കുറെ റിസോർട്ട് ഹോട്ടൽസ് ആണ്. അതിന് സെൻട്രലായിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. സൂഖ് മദീന ജുമേറ എന്നാ പറയുന്നത്. സൂഖ് മദീന ജുമേറ. അതൊരു വെനീസിലൊക്കെ പോയിട്ടുള്ളവർക്ക് ലിറ്റിൽ വെനീസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടെന്നാൽ ഇതിനുള്ളിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് ഒരു ലേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലേക്കിനകത്തൂടെ ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ആ ബിൽഡിങ്സ് എല്ലാം, ആ ഹോട്ടൽസ്, റിസോർട്ട് എല്ലാം ഈ കനാലുമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ ഒന്നും കൂടി റെഡി ആയിക്കോളൂ. ഈ ഹോട്ടലിൻ്റെ എൻട്രൻസ് കുറച്ച് ഗോൾഡൻ ഹോഴ്സസ് ഒക്കെ ഉണ്ട്. ഈ ഈന്തപ്പനകള് സറൗണ്ടായിട്ട് ചുറ്റിക്കൊണ്ട് ആണ് ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഹോട്ടലുകളെല്ലാം. ഗോൾഡൻ ഹോഴ്സസ് കണ്ടോ? അത് ചമ്മൽ വിടുന്നില്ല അവിടെ സെക്യൂരിറ്റി. അത് ഹോട്ടലിൽ ആരെങ്കിലൊക്കെ VIP ഉണ്ടെങ്കിലൊന്നും അവർ കയറ്റത്തില്ല. ഇതെല്ലാം പനകളിൽ ചുറ്റപ്പെട്ട് ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള. ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എൻ്റെ ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ ചാനലിൻ്റെ വിജയം.